ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഇടപെടാതെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കാനും കഴിയും. ഇതാണ് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്. വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ആത്മാവിനാൽ നവീകരിക്കപ്പെടുന്നവരുടെ ജീവിതം സമൂഹത്തിന് ഒരു സാക്ഷ്യവും പ്രചോദനവും ആകും. അപ്പോൾ എല്ലാവരും സമാധാനത്തിൽ കഴിയാൻ സാധിക്കും. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യില്ല. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്. ഇതൊക്കെയാണ് ശരീരം ദൈവത്തിന് സജീവ ബലി അർപ്പിക്കുക എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോമ്പുകാലം ആഹ്വാനം ചെയ്യുന്നു. ഓരോ മനുഷ്യൻ്റെയും ശരീരം ദൈവം വസിക്കുന്ന സജീവ ദേവാലയമാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഈ ദേവാലയത്തെ പവിത്രമായി കാത്തുസൂക്ഷിക്കണം എന്നും നോമ്പുകാലം നമ്മെ അനുസ്മരിക്കുന്നു. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.